ഹരി സാർ നമസ്കാരം. CPM-ന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ പ്രകാശ് കാരാട്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് ചൈനയോട് ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. ചൈനയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ക്വാഡ് എന്ന് പറയുന്ന കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ചൈനയെ നശിപ്പിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി സാമ്രാജ്യത്വ ശക്തികളെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു ക്വാഡ് ഉണ്ടാക്കിയതെന്നും അത് ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നും ഒക്കെയാണ് പ്രകാശ് കാരാട്ടിന്റെ പരാതിയായി അദ്ദേഹം പറയുന്നത്. ഇത് പറഞ്ഞ പ്രകാശ് കാരാട്ട് പക്ഷേ ഇന്ത്യയോടുള്ള ചൈനയുടെ നിലപാടിനെ പറ്റി, ലഡാക്കിലുള്ള കടന്നുകയറ്റത്തെ പറ്റി, അരുണാചലിലെ പ്രശ്നങ്ങളെ പറ്റി ഒന്നും തന്നെ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ ഏറെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണ്. അതോടൊപ്പം പണ്ട് EMS പറഞ്ഞതുപോലെ ചൈന അവരുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ അതേ ഒരു സമീപനം, അതേ രീതിയിലുള്ള ഇന്ത്യയോടും ചൈനയോടുമുള്ള സമീപനം ഇന്നും CPM-നകത്ത് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഒരുപാട് രീതിയിൽ ശക്തമായ രീതിയിൽ കത്തി നിൽക്കുന്നു എന്നും കൂടെ വേണ്ടേ നമ്മൾ കാണാൻ. ചൈനയോടുള്ള ഭയഭക്തി, ഇന്ത്യയോട് ഉള്ള ഒരു അവഗണന CPM-ന്റെ ഒരു തുടക്കം മുതലേ ഉള്ള ഒരു നയമായിരുന്നു ഇത്. ഈ നയം ഏറ്റവും ഒടുവിൽ മിനിഞ്ഞാന്ന് കൊല്ലത്ത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ദേശീയ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് അതേ നയം അതിലും ശക്തമായിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. ശരിക്കും കാലം കൊണ്ട് CPIM ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, അദ്ദേഹം ചൈനയുടെ വളർച്ചയെ കുറിച്ച് അഭിമാന പുളകിതനായിട്ടാണ് അവിടെ സംസാരിച്ചത്. അതുപോലെ തന്നെ ചൈന നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഈ ബെയ്ജിങ്ങിൽ നടക്കുന്ന CPSU-ന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തോ കോൺഫറൻസിലെ പ്രസംഗമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പണ്ട് പാർത്ഥൻ പറഞ്ഞതുപോലെ അതായത് ഇന്ത്യ ചൈന 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സഹാബ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും കരുതുന്ന ഒരു പ്രദേശത്തെ ചൊല്ലിയുള്ള തർക്കം എന്നാണ്. അതായത് പരസ്യമായി ചൈനയെ ഒരു അല്പം ചെറുതായിട്ട് പോലും വിമർശിക്കുന്ന ഒരു വാക്കും പറയാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പണ്ട് തൊട്ടേ ജാഗരൂകരാണ്. അവരതിൽ വളരെ ശ്രദ്ധയുണ്ട് അവർക്ക്. പഴയ കാലത്ത് എല്ലാവരും പറയുമായിരുന്നു, ഈ ജ്യോതി ബസു കൽക്കട്ടയിലൂടെ നടക്കുമ്പോൾ അവിടെ മഴ പെയ്താലും പലപ്പോഴും അദ്ദേഹം കുട പിടിക്കാറില്ല. അത് പീക്കിങ്ങിൽ മഴയില്ലല്ലോ, പിന്നെ എന്തിനാ കുട പിടിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുമായിരുന്നത്. കാരണം എന്തും പീക്കിങ്ങിൽ സംഭവിച്ചാൽ മാത്രമേ അത് സംഭവിച്ചതായിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉറപ്പിക്കത്തുള്ളായിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അതീവ സമ്മർദ്ദത്തിലാഴ്ത്താനായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്ന് പാർട്ടിയിൽ പിളർപ്പായിട്ടില്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചിരുന്നു. അതായത് പല സന്ദർഭങ്ങളിലും ഇത് ഇന്ത്യയുടെ കുഴപ്പം കൊണ്ടാണ് ഈ ചൈന കടന്നു കയറിയതെന്നുള്ള ഒരു നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. പിന്നീട് പാർട്ടി പിളരുകയും CPI വ്യത്യസ്തമായ നിലപാടുകളിൽ എടുക്കുമ്പോഴും CPM അതിന്റെ ഒരു ചൈനയോടുള്ള ഒരു വിധേയത്വം അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഈ മിനിഞ്ഞാന്നത്തെ പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് മുഖ്യമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അമേരിക്കൻ സാമ്രാജ്യത്വത്തെ നേരിടാനായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ചൈന വിറപ്പിക്കുകയാണെന്നാണ് കാരാട്ട് തറവാട്ടിലെ സഹാവ് പ്രകാശിന്റെ ഒരു നിഗമനം. അപ്പോൾ അദ്ദേഹം ആ ഒരു വിഷയത്തിൽ അദ്ദേഹം വളരെ അഭിമാന പുളകിതനാവുന്നു. അഭിമാനത്താൽ ഇങ്ങനെ വിജൃംഭിതനായിട്ടാണ് അദ്ദേഹം ചൈന എന്നുള്ള വാക്ക് കേട്ടാൽ തിളയ്ക്കണം, ചോര നമുക്ക് എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം അവിടെ പ്രസംഗം നടത്തിയത്. പക്ഷെ ഇന്ത്യ ക്വാഡിൽ അംഗമാകുന്നതിനെ അദ്ദേഹത്തിന് യോജിപ്പില്ല. എന്തിനാണ് ചൈനയെ ഇന്ത്യ എതിർക്കുന്നത്? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ചൈനയെ ഒരു കാരണവശാലും നോവിക്കാൻ പാടില്ല, ചൈനയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. ഇത് പറയാതെ അദ്ദേഹം വെക്കുക. ഇത് ഇങ്ങനെ 2 അംശങ്ങളാണ്. ഇത് ഓരോന്നും നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ചൈന, അദ്ദേഹം പറയുന്നത് സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയെ മുട്ടുകുത്തിക്കാനുള്ള ഒരു ശക്തി ചൈന നേടിയെടുത്തിരിക്കുന്നു. അത് കാരണമാണ് പ്രസിഡന്റ് ട്രംപ് ആദ്യം ചൈനീസ് ഇറക്കുമതികൾക്ക് മേൽ 10%, പിന്നീട് 20% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതെന്നാണ് പ്രകാശ് കാരാട്ട് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ചൈന സാങ്കേതിക രംഗത്ത് കുതിച്ചു ചാടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ചൈന
ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ വിദേശത്തു നിന്ന് പല സാധനങ്ങളും ഇറക്കുമതി ചെയ്ത് അവരുടെ പേര് അല്ലെങ്കിൽ ഹാക്കിങ്ങും ഒക്കെ നടത്തി അവരുടെ ടെക്നോളജി മോഷ്ടിച്ച് അതിൽ നിന്നും ഒരു തട്ടിക്കൂട്ട് സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഇന്നും ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ചൈനയുടെ ഏറ്റവും വലിയ ഗുണമേന്മയുള്ള പറയപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ പോലും ലോക മാർക്കറ്റിൽ കോമ്പറ്റീഷനെ നേരിടാനുള്ള കരുത്തില്ല. ചൈന പലപ്പോഴും അതിന്റെ അതായത് കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയാണ് ചൈന പലപ്പോഴും ലോക മാർക്കറ്റ് പിടിച്ചത്. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ കണ്ണടച്ചിട്ടാക്കേണ്ട കാര്യമില്ല. പക്ഷെ ചൈന, പ്രകാശ് കാരാട്ട് അഭിമാന പുളകിതനാവുന്നത് ആവേണ്ട കാര്യമൊന്നുമില്ല ചൈനയെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ രണ്ടാമത്തെ വിഷയത്തില് ചൈനയിലേക്ക് നമ്മളൊരു സാധനം കയറ്റുമതി ചെയ്യുമ്പോൾ ചൈന അവിടെ വലിയ ഇറക്കുമതി ചുങ്കമുണ്ട് ചൈനയ്ക്ക്. ഇതാണ് ചൈനയെ സംബന്ധിച്ച് പലപ്പോഴും ചൈനയ്ക്ക് ഒരു വ്യാപാര കമ്മി ഉണ്ടാകാതിരിക്കുന്നത്. കാരണം അവര് പലപ്പോഴും പല രാജ്യങ്ങളിലേക്കും പക്ഷെ തിരിച്ച് നമുക്ക് ചൈനയിലേക്ക് പോയി പ്രവർത്തിക്കാനുള്ള സാഹചര്യം വളരെ കുറവുമാണ്. അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് പല കമ്പനികളും ഇന്ന് വിട്ടുപോകുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ പ്രകാശ് കാരാട്ട് ഇനിയും നമുക്ക് രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരാം. അതായത് ഈ ചൈനയെ അഭിനന്ദിക്കുമ്പോഴും ഇന്ത്യയുടെ കൈവശമുള്ള പ്രദേശങ്ങൾ ചൈന കടന്നു കയറിയ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ പ്രകാശ് കാരാട്ട് തയ്യാറായിട്ടില്ല. ഡോക്ലാമില് അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ ലഡാക്കിലൊക്കെ നടത്തിയ അതായത് ഇന്ത്യ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ചൈനയുടെ ഈ കടന്നുകയറ്റത്തെ അതിക്രമങ്ങളെ ഇന്ന് ലോകം മൊത്തം എതിർക്കുകയാണ്. ഇത് ഇന്ത്യ മാത്രമല്ല അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഈ അതിക്രമങ്ങളുടെ ഫലം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഫിലിപ്പൈൻസ്, ഒന്ന് ഇന്തോനേഷ്യ, ഒന്ന് വിയറ്റ്നാം, പിന്നെ ജപ്പാന്, ഇങ്ങനെ നിരവധി രാജ്യങ്ങളാണ് എന്ന് പറയുന്നത്. ചൈന വളച്ചു കെട്ടി, നമ്മുടെ ഈ നാട്ടിൽ ചില ആൾക്കാരൊക്കെ കായലൊക്കെ വളച്ചു കെട്ടി വെക്കുന്ന പോലെ അവിടെയൊക്കെ തന്നെ വളച്ചു കെട്ടി എടുക്കുകയാണ്. അവരൊക്കെ തന്നെ, അതായത് ഇന്ന് നമുക്കറിയാം ഫിലിപ്പൈൻസ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് വാങ്ങിച്ചിരിക്കുകയാണ്. വിയറ്റ്നാമിനും അതുപോലെ ഇന്ത്യൻ ആയുധങ്ങൾ വേണമെന്നുണ്ട്. ഇന്തോനേഷ്യ ഈ വിഷയത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ചൈനയുടെ അത് ഇംഗ്ലീഷിൽ പറയും സലാമി സ്ലൈസിങ് എന്ന്. അതൊരു ബലം പ്രയോഗിച്ച്, അതായത് കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ പറയും ഈ വേലി ഇങ്ങനെ കേട്ട് അതിര് മാന്തുക എന്ന് പറയും. പതുക്കെ നിങ്ങളുടെ അയൽക്കാരന്റെ ഒരു 2 ഇഞ്ച് സ്ഥലം ഒന്ന് കൈകയറുക, അത് പിന്നെ 3 ഇഞ്ച് ആകുക, കുറച്ച് കഴിയുമ്പോൾ 1/2 മീറ്റർ ആകുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ രാജ്യങ്ങളുടെ മാപ്പുകളൊക്കെ മാറ്റി വരയ്ക്കുക. അതിന് കാർട്ടോഗ്രാഫിക് അഗ്രഷൻ എന്ന് പറയും ഡിപ്ലോമസിയിൽ. ചൈന ഇങ്ങനെ ബഹുവിധ തന്ത്രങ്ങളോടെയാണ് ചൈനയ്ക്ക് നേരിട്ട് യുദ്ധത്തിന് താല്പര്യം, പകൽ യുദ്ധങ്ങളാണ്. അടുത്ത ചൈനയുടെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് വുൾഫ് വാരിയർ ഡിപ്ലോമസി എന്ന് പറയും. അതായത് ചൈന വളരെ അഗ്രസീവായിട്ടായിരിക്കും ചൈനയുടെ അംബാസഡർമാരും ഹൈക്കമ്മീഷണർമാരും ഒക്കെ പലയിടത്തും പോയി സംസാരിക്കുന്നത്. അതായത് അവർ ചെല്ലുന്ന രാജ്യത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ട് അവരുടെ സെൻസിബിലിറ്റീസിനെ ഒട്ടും അംഗീകരിക്കാതെ അവിടെ ഒരു കടന്നു കയറുന്നത്. അപ്പം സ്വന്തം ശക്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ബലമായിട്ട് കരാറുകളിൽ ഒപ്പുവെപ്പിക്കുക. ഇതാണ് ചൈനയുടെ ഒരു യുദ്ധതന്ത്രം. ഇതിന് ഈ ലാവോസു എന്നാണെന്ന് തോന്നുന്നു, ഒരു വലിയ ഒരു ചിന്തകൻ ഉണ്ടായിരുന്നു ചൈനയിൽ പഴയ കാലത്ത്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയും, യുദ്ധങ്ങൾ ജയിക്കേണ്ടത് പോരാട്ടങ്ങളിലൂടെ അല്ല, ശക്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ്. കാരണം ഒരു യുദ്ധം നടന്നാൽ വിജയിക്കും പരാജിതനും ഒരുപോലെ നഷ്ടം ഉണ്ടാകുമെന്ന് ചൈനയ്ക്ക് അറിയാം. പക്ഷെ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഞാൻ ഒരു 10 അടി ഉയരമുള്ള ഒരു 300 കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ കാണുമ്പോൾ സാധാരണ ഏതൊരു മനുഷ്യനും ഒഴിഞ്ഞു നടക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ആരെയും ആക്രമിക്കുന്നില്ല, പക്ഷെ എന്റെ കരുത്ത് കാണിച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു. ചൈന ഇതേ തന്ത്രമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നേവി ചൈന ഉണ്ടാക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ആർമി ചൈനയുടെ കൈവശമുണ്ട്. അതുപോലെ ആയുധങ്ങൾ കണ്ടമാനം വർദ്ധിപ്പിക്കും. അമേരിക്കയുടെ കൈവശമുള്ളതിനേക്കാൾ കപ്പലുകൾ ഇന്ന് യുദ്ധക്കപ്പലുകൾ ചൈനയ്ക്കുണ്ട്. അപ്പൊ ചൈന ഈ ഒരു പോളിസിയാണ് ഇന്നും, ഇതാണ് ചൈന പിന്തുടരുന്നത്. പിന്നെ അടുത്ത മറ്റൊരു വിഷയം നമ്മൾ പറഞ്ഞു, ചൈന ഇപ്പൊ ആദ്യത്തേത് ചൈന അമേരിക്കൻ ഇമ്പീരിയലിസത്തെ എങ്ങനെ നേരിടാൻ ശക്തനാണ് എന്നുള്ളതാണ്. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ക്വാഡാണ്, ക്വാഡ്രിലാറ്ററൽ അലയൻസ്. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ,
പിന്നെ ഇങ്ങനെയുള്ള 4 രാജ്യങ്ങൾ ചേർന്നിട്ട് ഇപ്പോൾ മറ്റു ചില രാജ്യങ്ങളോട് ഇതിൽ പങ്കാളിയാവാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ പങ്കെടുക്കുന്നതിനെയാണ് പ്രകാശ് കാരാട്ട് വിമർശിച്ചിരിക്കുന്നത്. അപ്പൊ കാരാട്ട് പറയുന്നത് ഉം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ അടുത്ത സമയത്ത് അമേരിക്ക സന്ദർശിച്ചത് ക്വാഡിന്റെ അടുത്ത മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് പിന്നെ ഇന്ത്യയുടെ ആഗ്രഹം. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ക്വാഡിൽ നിന്ന് പിന്മാറണമെന്നാണ് ശ്രീമാൻ പ്രകാശിന്റെ അഭിപ്രായം. കാരണം അത് ശരി. ഉം. ചൈനയെ നോവിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാല് അദ്ദേഹത്തിന് ഈ ഉം. സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചത് എങ്ങനെ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ് നൽകുകയായിരുന്നു. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പത്രങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തില്ല, ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പൊ കോൺഗ്രസ് അല്ലെങ്കിൽ BJP പോലും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അല്ല CPM-നെ സംബന്ധിച്ച് ഇന്നും ബെയ്ജിങ്ങിൽ മഴ പെയ്താലേ കാരാട്ടും പിണറായും ഒക്കെ കുടപിടിക്കുമെന്നുള്ളത് ഇന്നും അതുപോലെ തന്നെ ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല. ഇതാണ് പാർട്ടിയുടെ നിലപാട്. തീർച്ചയായിട്ടും എന്ത് തന്നെയായാലും ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുക ഇന്ത്യയാണ് ആദ്യം, നമ്മുടെ നാഷണാലിറ്റിയാണ്, ആഭ്യന്തര സുരക്ഷയാണ്, നമ്മുടെ രാജ്യത്തോടുള്ള കൂറാണ് ആദ്യം, മറ്റെന്തും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പറഞ്ഞ് നടക്കുന്ന നാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തെ, പ്രത്യേകിച്ച് നമ്മളുമായി വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ അവരുടെ ആഭ്യന്തര വ്യവസ്ഥിതിയെ, സമ്പദ് വ്യവസ്ഥിതിയെ പറ്റിയൊക്കെ ആശങ്കപ്പെട്ട് നമ്മളോട് അവർക്കെതിരെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടെ നിന്ന് CPM-നെ പോലുള്ള ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില ആളുകൾ പറയുന്നത് ഇത് ചർച്ചയാകാതിരിക്കാൻ അല്ലെങ്കിൽ ചർച്ചയാക്കാതിരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് വല്ലാതെ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി.